അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് എത്രത്തോളം പങ്കുണ്ട്? തന്ത്രിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എന്ന് മാത്രമല്ല ഒരു ക്ഷേത്രത്തിൻ്റെയും ഭരണപരമായ കാര്യങ്ങളിൽ യാതൊരു പങ്കുമില്ല. തന്ത്രിക്കുള്ള പങ്ക് ആചാരാനുഷ്ഠാനങ്ങളെയും പൂജാകാര്യങ്ങളെയും സംബന്ധിച്ച് മാത്രമാണ്. അവർക്ക് അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കേണ്ടതും അവരുടെ അഭിപ്രായം പരിഗണിക്കേണ്ടതും ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും പൂജാവിധികളെ സംബന്ധിച്ചും മാത്രമാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഴയകാല മാനുവലിലും റിവൈസ് ചെയ്ത മാനുവലിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലെ ഒന്നിലധികം വിധികളുമുണ്ട്. അത് പലപ്പോഴും ഈ കാര്യം ശബരിമലയിൽ തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേ ചോദ്യകർത്താവിന് അതിനെ സംബന്ധിച്ച് അല്പം അറിവുണ്ടാവും. 2011 കാലഘട്ടത്തിൽ ശബരിമലയിലെ ക്ഷേത്രത്തിനകത്ത് തന്ത്രിയുടെ കൊച്ചുമകൻ പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് ഞാൻ നിരസിച്ചതും അതിനെ തുടർന്ന് ഉണ്ടായ വാഗ്വാദങ്ങളും അതിനെ സംബന്ധിച്ചുണ്ടായ കേസും കോടതിയിൽ വന്ന വിധിയും ഓർക്കുമല്ലോ. അതിനപ്പുറം പറയേണ്ടതില്ലല്ലോ ഇത്. അപ്പോൾ നോക്കൂ, ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അങ്ങനെ സ്വാധീനം ചെലുത്താൻ തന്ത്രിക്ക് ആവില്ല. യഥാർത്ഥത്തിൽ നിയമപരമായോ അല്ലെങ്കിൽ അല്ലാതെയോ ദേവസ്വം ബോർഡിൽ സ്വാധീനം ചെലുത്താൻ, അനർഹമായ സ്വാധീനം ചെലുത്താൻ തന്ത്രിക്ക് കഴിയില്ല. സ്വാധീനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഉപദേശം നൽകാം, അത് ബോർഡിന് പരിഗണിക്കാം. അത് പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, കുറേ വർഷങ്ങളായി എന്തുകൊണ്ടോ ഭരണകർത്താക്കൾ എല്ലാ കാര്യത്തിനും ഈ തന്ത്രിയുടെ അഭിപ്രായം ചോദിക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കം കാണിക്കുന്നുണ്ട്. ആ കീഴ്വഴക്കം സതുദ്ദേശമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് തന്ത്രിയുടെ സൗകര്യപ്രദമായി അവരുടെ കൂടെ ഒരു ചാർത്തിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും ഒരുപക്ഷെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ഒക്കെ ചെയ്യുന്നതുമാകാം. ശ്രീ രാജഗോപാലൻ നായർ, ഇവിടെ ഈ കട്ടിളപ്പാളി, അതുപോലെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി, ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആ മഹസറിൽ തന്ത്രി, അതുപോലെ മേൽശാന്തി, അന്നത്തെ തന്ത്രി മേൽശാന്തി ഒക്കെ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ ഇത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പാണ് എന്നാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ രേഖപ്പെടുത്തിയതിൻ്റെ തെളിവുകളും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഈ മഹസറിൽ ഒപ്പുവെച്ച തന്ത്രിക്കും ഇത് സ്വർണ്ണപ്പാളിയാണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കാരണം കാണാതെ പോയതാണോ, അതോ ഈ മഹസറിൽ ഒപ്പ് വെച്ച് സമയത്ത് വേണ്ടത്ര അവധാനതയോടെ അത് പരിശോധിക്കാത്തത് കൊണ്ടാണോ, അതോ ഒരു കവർച്ച തന്ത്രിയുടെ അറിവോടെ തന്നെയാണ് എന്ന് പറയേണ്ടി വരുമോ? ശബരിമലയിലെ വാതിൽ, ശ്രീകോവിലിൻ്റെ വാതിൽ ഇളക്കി മാറ്റുമ്പോഴും കട്ടിളപ്പടി ഇളക്കി മാറ്റുമ്പോഴും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കി മാറ്റുമ്പോഴുമൊക്കെ മഹസർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ മഹസറിൽ ഒരു 4-5 പേര് ഒപ്പിട്ടിട്ടുണ്ട്. 4-5 പേരുടെ പേരെഴുതിയിട്ടുണ്ട്. ചിലതിൽ ഒന്നിലധികം മഹസറുകളിൽ തന്ത്രിയുടെ പേരുണ്ട്. ഒരു മഹസറിൽ തന്ത്രിയുടെ ഒപ്പുണ്ട്, ഒരു മഹസറിൽ തന്ത്രിയുടെ പേര് മാത്രമുണ്ട്. അപ്പോൾ ഈ തന്ത്രി ഇത് അറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ വായിച്ച്
ബോധ്യപ്പെട്ടിട്ടാണോ അത് ഒപ്പിട്ടത് എന്ന് പറയാൻ ഞാൻ ആളല്ല. അത് ആ സാഹചര്യങ്ങൾക്കനുസരണമായി ഇരിക്കും. ഒരുപക്ഷെ കെയർലെസ്നെസ് ആവാം, അല്ലെങ്കിൽ മഹസർ പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് ചെയ്യുന്ന ആളുകൾക്കതറിയാം. ചിലപ്പോൾ മഹസർ പ്രിപ്പയർ ചെയ്ത് സാക്ഷിയുടെ പേരെഴുതി വെക്കും, പിന്നീട് ഒപ്പിട്ട് വാങ്ങിക്കും, സാക്ഷി ഒപ്പിട്ട് കൊടുക്കും. എനിവേ, ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിനെ സംബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയാലും വായിക്കാതെ ഒപ്പിട്ടാലും സംഭവിച്ചു പോയിരിക്കുന്നത്. അത് തന്ത്രിയെ മാത്രമല്ല, മറ്റുള്ള ആളുകൾ ഉൾപ്പെടെ. ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണ്ണം ക്ലാഡ് ചെയ്ത ഭാഗങ്ങൾ ഇളക്കി മാറ്റുന്ന സമയത്ത് പാലിക്കേണ്ട അവധാനത പാലിച്ചില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ലീഗൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു കൾപ്പബിൾ നെഗ്ലിജൻസാണ്.